ഹായ് ഇസ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. രജനികാന്ത് കമലഹാസൻ ചിത്രത്തിൻ്റെ ഗ്ലിംസ് റീയൂണിയൻ ഗ്ലിംസ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്ന നെൽസനാണ്, അനിരുദ്ധാണ് മ്യൂസിക്. അപ്പോൾ അതിൻ്റെ പ്രൊമോയിൽ, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 47 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ട് സൂപ്പർ താരങ്ങളും ചേർന്ന് അഭിനയിക്കുന്നത് എന്നതാണ് ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത്. അതായത് തമിഴ് സിനിമയുടെ രണ്ട് തൂണുകൾ, രണ്ട് ധ്രുവങ്ങൾ, രജനീകാന്തും കമലഹാസനും, തമിഴ് സിനിമയെ വേറെ ലെവലിലേക്ക് വളർത്തിയ രണ്ട് ലെജൻഡുകൾ അവരൊന്നിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പ് എന്നതും. അപ്പോൾ അതിൻ്റെ പ്രൊമോയും കൂടെ അണിയർ പുറത്തൊരു പുറത്ത് വിട്ടപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ഏകദേശം 8 മില്യൺ വ്യൂസും കടന്ന് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ 6ൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ എന്നത്. റീയൂണിയൻ വീഡിയോ, അതിൻ്റെ പ്രമോ കമലഹാസനും രജനീകാന്തിൻ്റെയും നല്ല മനോഹരമായ രീതിയിൽ, അല്ലെങ്കിൽ നല്ല നെൽസൻ്റെ, നമുക്കെല്ലാവർക്കും അറിയാം നെൽസൺ പ്രമോ എടുക്കുന്നതിൽ അദ്ദേഹം ഒരു കിങ്ങാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ എല്ലാം പ്രമോ വീഡിയോ വേറെ ലെവലായിരിക്കും. ആ ലെവലിലാണ്, അതിലും വലിയ ലെവലിലാണ് ഈ ചിത്രത്തിൻ്റെ പ്രമോ ഒരുക്കിയിരിക്കുന്നത്. നല്ല സ്റ്റാർട്ടിങ് തന്നെ അനിരുദ്ധും നെൽസനും കൂടെയുള്ള കോൺവെർസേഷനും, അതിനുശേഷം ഹീറോസിൻ്റെ അടുത്തേക്ക് പോകുന്നതും ഓരോ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതും ഒക്കെ വളരെ നല്ല രസമായിരുന്നു. അവസാനം എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടുപേരുടെയും കൂടി ആ ഒരു വരവ്, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് രണ്ടുപേരുടെ സ്ലോ മോഷനിലുള്ള ആ വരവ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ജയിലർ ഓഡിയോ ലോഞ്ചിൽ രജനീകാന്ത് പറഞ്ഞ ആ ഡയലോഗാണ്. ഫ്രെയിമേ പാൻഗജി എന്നുള്ള ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ സ്ലോ മോഷനിലും പിന്നെ അനിരുദ്ധിൻ്റെ ആ ഒരു ബീജിയമും കൂടെ ആയപ്പോഴേക്കും, ആ ബീജിയം ഇപ്പോഴും തമിഴ് ശൈലി പറയുകയാണെങ്കിൽ മണ്ടയിലെ ഓഡിറ്റേർക്ക് ആ ബീജിയം ഇപ്പോഴും ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബീജിയം നല്ല കിടുക്കൻ ബീജിയവും, അതോടൊപ്പം ഈ രണ്ട് സൂപ്പർ താരങ്ങളുടെ ആ ഒരു നടന്നുള്ള വരവും കൂടെ ആയപ്പോഴേക്കും ഹൈപ്പങ്ങ് ആകാശത്തോളം എത്തിയെന്ന് പറയാം. ഏതായാലും നെൽസൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിത്രം എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വർഷങ്ങൾക്ക് ശേഷമുള്ള രണ്ട് സൂപ്പർ താരങ്ങളുടെയും ആ ഒരു റീയൂണിയൻ എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള തിയേറ്റർ, ഈ ഒരു പ്രമോ പല തിയേറ്ററുകളിലും തമിഴ്നാട്ടിൽ ഇട്ടിരുന്നു. അവിടെ നിന്നുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാധകർ എത്രയേറെ ആവേശത്തിലാണ് എന്നത്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവസാനമായിട്ട് ഇവർ ഒന്നിച്ചത് 1981 കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത ദില്ലുമുൾ എന്ന സിനിമയിലാണ്. അതിൽ രജനിയായിരുന്നു ഹീറോ, കമല അതിഥി വേഷത്തിലാണ് എത്തിയത്. 1981 ചിത്രം റിലീസ് ചെയ്തത്. അതിനുശേഷം ഇത്രയും വർഷങ്ങളായിട്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ച് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പോഴാണിത് നടക്കാൻ പോകുന്നത്. ഈ രണ്ടുപേരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കമലഹാസൻ്റെ ചിത്രത്തിലൂടെയാണ് രജനീകാന്ത് അരങ്ങേറ്റം കുറിച്ചതെന്ന് മറ്റൊരു പ്രത്യേകതയാണ്. കമലഹാസൻ ഹീറോയായിട്ട് അഭിനയിച്ച ചിത്രത്തിലായിരുന്നു രജനി ആദ്യമായിട്ട് അരങ്ങേറ്റം കുറിച്ചതും. അതിനുശേഷം രണ്ടുപേരും ഏകദേശം 21ഓളം ചിത്രങ്ങൾ, അതായത് തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങി ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായിട്ട് 21ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു 6 വർഷങ്ങൾ കൊണ്ട്. അതിനുശേഷം 81 രണ്ടുപേരുടെയും വാണിജ്യപരമായ കാര്യങ്ങളും ഫാൻസും അദ്ദേഹത്തിന് മാർക്കറ്റ് മൂല്യവും എല്ലാം ഉയർന്നതിനെ തുടർന്ന് രണ്ടുപേരും സോളോ ആയിട്ട് തീരുമാനിക്കും. കമലഹാസൻ തന്നെയാണ് ആദ്യമായിട്ട് ഈ സജസ്റ്റ് ചെയ്തതെന്നാണ് രജനീകാന്ത് ഇൻ്റർവ്യൂവിലൊക്കെ, സ്റ്റേജ് ഷോകളിലൊക്കെ പറയുണ്ടായത്. കമലഹാസൻ സജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് രണ്ടുപേരും വേർപിരിയുന്നതും. അതിനുശേഷം രണ്ടും വലിയ ഹീറോകളായി തമിഴ് സിനിമയുടെ രണ്ട് ഇതിഹാസ താരങ്ങളായി വളർന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം രജനീകാന്തിൻ്റെ വളർച്ച എന്നതാണ് മറ്റൊരു അത്ഭുതം എന്ന് പറയാം. കാരണം കമലഹാസൻ ഹീറോ ചിത്രത്തിലൂടെ ചെറിയ റോളിൽ അരങ്ങേറ്റം കുറിച്ച് പിന്നീട് കണ്ടത് കമലഹാസനെ പോലും പിന്നിലാക്കി തമിഴ് സിനിമയുടെ അല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ മുടിചൂടാൻ മന്നനായി മാറിയ സ്റ്റൈൽ മന്നൻ്റെ കഥ ഏവരെയും അമ്പരിപ്പിക്കുന്നതാണ്. ഏതായാലും സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലെജൻസിൻ്റെയും ആ ഒരു കമ്പായ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു ഗെറ്റ് ടുഗദർ എല്ലാവർക്കും ഒരു എന്താ പറയുന്നത്, ഒരു ആവേശം പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലെ നെൽസനും അനിരുദ്ധും കൂടെ ചേരുമ്പോൾ വേറെ ലെവലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, ഒരു അടിപൊളി പ്രമോ, അവർ ഒറ്റ പ്രമോ കൊണ്ട് തന്നെ ഓൾറെഡി രണ്ടുപേരും അഭിനയിക്കുമ്പോൾ ഹൈപ്പ് ഓൾറെഡി ആകാശത്തോളമാണ്. അതിലും മേളിൽ പോയിരിക്കുകയാണെന്ന് പറയാം ഒറ്റ പ്രമോ കൊണ്ട്. ഇനിയൊരു ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റിനും വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരാധകർ എന്ന് പറയാം. 2027 ആ ചിത്രം റിലീസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അടിപൊളി പ്രമോ ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.